ഇനി മൂന്നാമതൊരു ലോ വന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. 1803 ഡാൾട്ടൺ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ആദ്യത്തെ രണ്ട് ലോയിലൂടെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. ഈ മാറ്ററിന് നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. മാറ്ററിൽ എന്തോ ഉണ്ട്. അത് ഓരോ മാറ്ററിനും ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ഓഫ് എലിമെന്റ്സ് ഉണ്ട്. ഓരോ മാറ്ററിലും അതിന്റെ ഒരു മാസ് ഒക്കെ കൺസർവേഷൻ ഉണ്ട്. ഒരു മാസ് കൺസർവേഷൻ ലോ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വന്നതോട് കൂടിയിട്ട് ഒന്നുകൂടി ക്ലിയർ ആയി. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? നിങ്ങൾ രണ്ട് കോമ്പൗണ്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വാട്ടറിലും ഹൈഡ്രജൻ പെറോക്സൈഡിലും അന്നത്തെ കാലത്ത് തന്നെ അറിയാം, അതിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അന്നും അറിയാം. പക്ഷെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അന്നത്തെ അതിട്ടുള്ളൂ. ഹൈഡ്രജൻ എന്ന് പറയുന്ന മെറ്റീരിയൽ, ആ ഒരു ഹൈഡ്രജൻ ആ ഒരു മാറ്റർ ഉണ്ട് എന്ന് അവർക്കറിയാം ഈ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ. പക്ഷേ വാട്ടറിലും ഹൈഡ്രജൻ പെറോക്സൈഡിലും 2 ഹൈഡ്രജൻ വെച്ചുണ്ട്. പക്ഷേ വാട്ടറിൽ ഒരു ഓക്സിജനും ഹൈഡ്രജൻ പെറോക്സൈഡിൽ 2 ഓക്സിജനുമേ ഉള്ളൂ. അതായത് ഈ 2 കോമ്പൗണ്ടിലും വ്യത്യസ്തമായി കിടക്കുന്ന ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓക്സിജന്റെയാണ്. അത്തരം കോമ്പൗണ്ടുകൾ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ കീപ്പ് ചെയ്യുന്നു. ഓക്സിജൻ വാട്ടറിൽ 1, പെറോക്സൈഡിൽ 2, 1:2. ഫോർ മറ്റൊരു എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എടുക്കുക. ഇതിൽ രണ്ടിലും കാർബണിന്റെ റേഷ്യോ സെയിം ആണ്, പക്ഷെ ഓക്സിജന്റെ റേഷ്യോ 1:2. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ലോ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്? പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 കോമ്പൗണ്ടുകൾ സെയിം എലിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 കോമ്പൗണ്ടുകൾ, അവിടെ കൃത്യമായ ഒരു റേഷ്യോ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. ഈ ഒരു എലിമെന്റ് കൃത്യമായ ഒരു സിമ്പിൾ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. അതിനർത്ഥം ഡാൾട്ടൺ അന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ടാവാം, ഈ പറയുന്ന ഓക്സിജൻ, അതായത് 1 ഒരു അരയും 1 ഒരു മുക്കാലും 1 ഒരു കാലും, അങ്ങനെയൊന്നുമല്ല, 1, 2 അല്ലെങ്കിൽ 1, 3, 2, 3 ഈ രീതിയിലൊക്കെ കൃത്യമായ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന, ഈ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന സത്യത്തിൽ കുറച്ചുകൂടി ഡെഫിനിറ്റ് ആയിട്ടുള്ള ചില പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്ന് അന്ന് തന്നെ ഡാൾട്ടൺ മനസ്സിലാക്കിയിരിക്കണം. ഇനി കുറച്ചുകൂടി വർഷങ്ങൾക്കപ്പുറം 1808 ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യം, അതൊരു പക്ഷെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ അതിന്റെ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഡെഫിനിഷനാണ്. ഇപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള വാട്ടർ ഉണ്ടാവുന്നത് വെറുതെ 2 ഹൈഡ്രജനും ഓക്സിജനും തോന്നിയതുപോലെ കമ്പൈൻ ചെയ്ത്, തോന്നിയൊരു എമൗണ്ട് എടുത്ത് കമ്പൈൻ ചെയ്തിട്ടല്ല വാട്ടർ ഉണ്ടാവുന്നത്. കൃത്യമായിട്ടും 2 വോള്യം ഹൈഡ്രജനും 1 വോള്യം ഓക്സിജനും ചേർന്നാൽ 2 വോള്യം വാട്ടർ ഉണ്ടാവുന്നു. കൃത്യമാണ് അവിടെ 2, 1, 2 എന്ന കണക്ക് അവിടെ കൃത്യമാണ്. എന്താണ് ഇത്തരം കണക്കുകൾ ഇത്ര കൃത്യമാവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇത്തരം നമ്പേഴ്സ് നമ്മൾ അന്ന് കരുതിയതിനേക്കാൾ കൂടുതൽ ഇത്തരം നമ്പേഴ്സ് എന്തുകൊണ്ടാണ് ഇത്തരം റിയാക്ഷനുകളിൽ വളരെ ഡെഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഈ ചിന്തയിൽ നിന്നാണ് ഡാൾട്ടൺ തന്റെ അറ്റോമിക് തിയറി പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നത്. ഗേ-ലുസാക്സ് ലോ പ്രൊപ്പോസ് ചെയ്ത അതേ വർഷം തന്നെയാണ് ഡാൾട്ടൺ തന്റെ അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. കാരണം ഓൾറെഡി ആ 3 ലോ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ധാരാളം മതിയ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ്, എല്ലാ മാറ്ററും ആറ്റം എന്ന ഒരു ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കൊണ്ടാണ് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇതാണ് ഡാൾട്ടന്റെ ആദ്യത്തെ പോയിന്റ്. ഡാൾട്ടന്റെ രണ്ടാമത്തെ പോയിന്റ്, ഓരോ ആറ്റത്തിനും അതിൻ്റെതായ ഒരു മാസ് ഉണ്ടാവും. എന്താണ് ഈ ഓരോ ആറ്റവും? ഉദാഹരണത്തിന് ഗോൾഡിലുള്ള ആറ്റം അല്ല സിൽവറിലുള്ളത്, അതിലുള്ള ആറ്റംസ് അല്ല വാട്ടറിലുള്ളത്. വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്.
ഗോൾഡിൽ ഗോൾഡ് എന്ന് പറയുന്ന ആറ്റം തന്നെയാണ്, സിൽവറിൽ സിൽവർ എന്ന് പറയുന്ന ആറ്റം തന്നെയാണ്. കുപ്രി കാർബണേറ്റ് ആണെങ്കിൽ കോപ്പർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ എലിമെന്റും, ഈ പറയുന്ന കോപ്പർ, കാർബൺ, ഗോൾഡ് എന്ന് പറയുന്ന ഓരോ എലിമെന്റിലും, ഓരോ എലിമെന്റിന്റെയും അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തേത്, ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് സത്യത്തിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ലോസിനെ കൂടുതൽ നന്നായി ഡിഫൈൻ ചെയ്യുന്നത്. ഈ ആറ്റംസ് ചേർന്നാണ് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ആറ്റംസ് ചേർന്നാണ് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഇതാണ് ഡാൾട്ടന്റെ മൂന്നാമത്തെ പോയിന്റ്. ഉദാഹരണത്തിന് വാട്ടറിൽ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നാണ് വാട്ടർ ഉണ്ടാവുന്നത്. കാർബൺ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അന്നത്തെ കാലത്ത് ഒരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത് ഡാൾട്ടൺ ഈവൻ ഡയാറ്റോമിക് മോളിക്യൂളുകളിലും അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഡാൾട്ടൺ പറയുന്നത് ആറ്റവും ചേർന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഹൈഡ്രജൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നില്ല. അത് പിന്നീട് ആളുകൾ കണ്ടുപിടിച്ചതാണ്. നാലാമത്തെ പോയിന്റ്, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റത്തിന്റെ റീഓർഗനൈസേഷൻസ് ആണ്. അത് വളരെ ബ്രോഡ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അതിൽ കുറച്ച് പ്രോബ്ലംസും ഉണ്ടല്ലോ അല്ലെ. കാരണം മോളിക്യൂളുകൾ തമ്മിലുള്ള റിയാക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷൻ ആവും. പക്ഷെ അദ്ദേഹം പറയുന്നത് ആറ്റംസ് തമ്മിലുള്ള ആറ്റത്തിന്റെ ഒരു റീഓർഗനൈസേഷൻ ആണ് കെമിക്കൽ റിയാക്ഷൻ. വളരെ ജനറൽ പെർസ്പെക്റ്റീവിൽ ദാറ്റ് ഈസ് ഓക്കെ. ഇങ്ങനെയുള്ള 4 പോയിന്റുകളാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പറഞ്ഞിട്ടുള്ളത്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത് 3 വർഷങ്ങൾക്ക് അപ്പുറമാണ് അവഗാഡ്രോ തന്റെ പ്രസിദ്ധമായിട്ടുള്ള അവഗാഡ്രോസ് ലോ പറയുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. എന്താണ് അവഗാഡ്രോസ് ലോ പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം വോള്യം ആണെങ്കിൽ ഏതൊരു ഗ്യാസ് ആയിക്കോട്ടെ, അത് നൈട്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഏതൊരു ഗ്യാസ് ആയിക്കോട്ടെ, ആ ഗ്യാസ് ആറ്റംസ് ഓർ മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അതായത് ഞാൻ ഒരു കണ്ടെയ്നറിൽ നൈട്രജൻ എടുത്തു, മറ്റൊരു കണ്ടെയ്നറിൽ ഹൈഡ്രജൻ എടുത്തു, മറ്റൊരു കണ്ടെയ്നറിൽ ഓക്സിജൻ എടുത്തു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഞാൻ ഈ 3 കണ്ടെയ്നറുകളിൽ 3 വാതകങ്ങൾ, ഗ്യാസ് എടുത്തു. എന്നിട്ട് ടെമ്പറേച്ചർ എല്ലാത്തിൻ്റെയും ഒരു 25 ഡിഗ്രി ആക്കി വെച്ചു. പ്രഷർ എല്ലാത്തിൻ്റെയും ഒരു 1 atm ആക്കി വെച്ചു, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്കി വെച്ചു. വോള്യം എല്ലാത്തിലും ഞാനൊരു 100 സെന്റിമീറ്റർ ക്യൂബ്, 100 സെന്റിമീറ്റർ ക്യൂബ്, 100 സെന്റിമീറ്റർ ക്യൂബ് ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാം ഹൈഡ്രജൻ ആറ്റംസ് അല്ല, ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. എത്ര ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണോ കണ്ടെയ്നർ എയിലുള്ളത്, അത്രയും നൈട്രജൻ മോളിക്യൂൾസ് കണ്ടെയ്നർ ബിയിലും അത്രയും ഓക്സിജൻ മോളിക്യൂൾസ് കണ്ടെയ്നർ സിയിലും ഉണ്ടാകും ആണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും കെമിസ്ട്രി എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് കൃത്യമായി പഠിച്ചു. സത്യത്തിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് ആറ്റത്തിന്റെ ഡിസ്കവറിയിലാണ് അത് നിന്നിട്ടുള്ളത്. ആറ്റം എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഡിസ്കവറിയിൽ നിന്നും. അപ്പോൾ ഇനി കുറച്ച് കൂടി നമ്മൾ പഠിക്കാനുള്ളത് ഈ ആറ്റം വെച്ചുകൊണ്ട് തന്നെ ഈ കോൺസെപ്റ്റ് നിങ്ങൾ ആറ്റവും മോളിക്യൂളുകളും നിങ്ങൾ മനസ്സിലാക്കി. മോളിക്യൂൾ എന്നാൽ ആറ്റം കമ്പൈൻ ചെയ്ത്, ഒരേ ആറ്റമോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റമോ കമ്പൈൻ ചെയ്താണ് മോളിക്യൂളുകൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി. അപ്പൊ ആറ്റവും മോളിക്യൂളുകളും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് മറ്റു ചില ബേസിക് നോളജ് ആണ് ആദ്യത്തെ ചാപ്റ്ററിലുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിലൊന്ന് അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ മാസിനെയാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ മാസിനെയാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ആദ്യകാലങ്ങളിൽ ഹൈഡ്രജനെ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നു. പിന്നീട് അത് മാറി കാർബണിനെ 12 അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്.
ഇനി ഒരു അറ്റോമിക് മാസ് എന്ന് വെച്ച് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. അതായത് കാർബണിന്റെ 12 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് കഴിഞ്ഞ് വെച്ചാൽ 12 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഇതാണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്. പലപ്പോഴും നമ്മൾ കൃത്യമായിട്ടും ഇപ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഒരു ഐസോടോപ്പ് മാത്രമാണ്. ഐസോടോപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടി, ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള, അതായത് എലിമെന്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ മാസ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രോൺ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ന്യൂട്രോൺ നമ്പർ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അറ്റോമിക് മാസ് ഡിഫറെന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് 6 പ്രോട്ടോണും 7 ന്യൂട്രോണുമുള്ള C13 ഉണ്ട്, 6 പ്രോട്ടോണും 8 ന്യൂട്രോണുമുള്ള C14 ഉണ്ട്, 6 പ്രോട്ടോണും 6 ന്യൂട്രോണുമുള്ള C12 ഉണ്ട്. ഏറ്റവും കൂടുതൽ നേച്ചുറൽ കാണുന്നത്, അതായത് 98.89% നേച്ചുറൽ കാണുന്നത് C12 തന്നെയാണ്. 1.1% C13 വളരെ വളരെ കുറച്ച് C14 കാണുന്നു. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഒരു കാർബൺ എന്ന് പറയുമ്പോൾ ഈ മൂന്നിന്റെയും അറ്റോമിക് മാസ് നമ്മൾ അക്കൗണ്ടിൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ ഓരോ അറ്റോമിക് മാസും അതിന്റെ എത്ര പെർസെന്റേജ് നേച്ചുറൽ കാണുന്നു എന്നുള്ളത് എടുത്തിട്ടാണ് നമ്മൾ ഒരു ആവറേജ് അറ്റോമിക് മാസ് യൂണിറ്റ്, ആ ഒരു മാസ് എന്ന് പറയുന്നത് 12.01 അറ്റോമിക് മാസ് യൂണിറ്റ് മാത്രമാണ്. അറ്റോമിക് മാസ് യൂണിറ്റ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. അപ്പൊ ഇതിനെ 12.01 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് നമുക്ക് ലഭിക്കും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിഫോർ ദാറ്റ് ഐ ആം റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു, please don't by heart any of this. Just try to understand, just try to learn it. If you by heart it, then what will happen? Somewhere you will fail. If you don't understand, then go again and try to understand the subject. Try to understand what is the principle and what is the concept. This is really important. Okay. അറ്റോമിക് മാസ് പോലെ മോളിക്കുലാർ മാസ് ഉണ്ട്. ഒരു മോളിക്യൂളിന്റെ മാസിനെയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ആ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും വളരെ ഈസിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മീഥെയിൻ, അതിൽ CH4 ആണ് മീഥെയിൻ. ഒരു കാർബൺ ആറ്റവും ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണ് നോക്കുക. അതുപോലെ 4 ഹൈഡ്രജൻ ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണ് നോക്കുക. ആഡ് ചെയ്യുക, നിങ്ങൾക്ക് CH4ന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയെന്ന് കിട്ടും. ഓർക്കുക, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. ഒരു മോളിക്യൂളിന്റെ മാസ്. നമ്മൾ മാസ്, ഒരു വലിയ വസ്തുവിന്റെ മാസ് കാണുന്നത് പോലും ഇങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ആറ്റംസും ഒരുപാട് മോളിക്യൂൾസും ചേർന്നുള്ള വലിയൊരു വസ്തു ഉണ്ടാകും. അങ്ങനെ ആ വലിയ വസ്തുവിന്റെ മാസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഫോർമുല മാസ് ആണ്. മോളിക്കുലാർ മാസും ഫോർമുല മാസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. എന്തിനാണ് ഫോർമുല മാസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില മെറ്റീരിയൽസ് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇവയെല്ലാം തന്നെ മാറ്റർ ആയിട്ട് കാണപ്പെടുന്നത് ഡിസ്ക്രീറ്റ് മോളിക്യൂൾ ആയിട്ടല്ല. അപ്പൊ മീഥെയിൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് മോളിക്യൂൾ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സോഡിയം, ക്ലോറിൻ, സോഡിയം, വീണ്ടും ഇപ്പുറത്ത് സോഡിയം, അതായത് പല പല സോഡിയം ക്ലോറൈഡും കൂടി ഒരു ബോണ്ട് സ്റ്റേറ്റിൽ, ഒരു അയോണിക് ബോണ്ട് സ്റ്റേറ്റിലാണ് ഇവ കാണുന്നത്. ഇത്തരം മാറ്റേഴ്സിന്റെ ഒരു ഡിസ്ക്രീറ്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് തന്നെയായിരിക്കും. അത് അതിന്റെ ഫോർമുല, അതായത് ഒരു ഇംപിരിക്കൽ ഫോർമുല എന്നാണ് അതിനെ പറയുക. അതായത് ആ മാറ്ററിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് തന്നെയായിരിക്കും. ഈ സത്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ മോളിക്കുലാർ മാസും ഫോർമുല മാസും ഒരു വ്യത്യാസവും ഇല്ലാലോ എന്ന് സംശയം തോന്നിപ്പോവും. ന്യായമായിട്ടുള്ള ഒരു ഡൗട്ടാണത്, യാതൊരു സംശയമില്ല.
പക്ഷെ ഇവിടെ പറയുന്ന ഫോർമുല മാസ് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ടെർമിനോളജിയിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് നമ്മൾ മോളിക്കുലർ മാസ് എന്നും, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത ചില മോളിക്യൂൾസ്, ചില മാറ്ററിലെ മോളിക്യൂൾ നമ്മൾ ഫോർമുല മാസ് എന്ന് പറയുന്നു. ഇതിന്റെ വെയിറ്റ് മാസ് കണ്ടുപിടിക്കുന്നത് സിമിലർ സ്ട്രാറ്റജി തന്നെയാണ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കുക, ക്ലോറിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കുക. രണ്ടിന്റെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണെന്ന് കിട്ടും, ഫോർമുല മാസ് എത്രയാണെന്ന് കിട്ടും.